നിങ്ങൾ കാണുന്ന സ്ക്രീനിലൊരു വാചകമുണ്ട് അല്ലേ? എന്താണ് വാചകം? ഐഹിക ജീവിതത്തിന് ഒരു നിർവചനം. എന്താണ് ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ? എന്താ? നമ്മളിപ്പോൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ അല്ലെ, ഈ കാലഘട്ടം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയവിയായ ജീവിതമാണ്. ഈ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ഒരു നിർവചനം പറയോ? എന്തിനാ ജീവിക്കുന്നത്? നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബാല്യം കഴിഞ്ഞു, കൗമാരത്തിലാണ് ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത്. ഇനി നിങ്ങൾ ഇപ്പം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾ പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കാൻ തുടങ്ങും. ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കുടുംബജീവിതം, വിവാഹ ജീവിതത്തിലേക്ക് പോകും. വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ഒരു ഉമ്മയും ഉപ്പയും ഒക്കെ ആയിട്ട് മാറും, രക്ഷിതാക്കളായിട്ട് മാറും. അത് കഴിഞ്ഞാലോ നമുക്ക് പ്രായമാവും, വാർദ്ധക്യമാകും, നമ്മൾ ഈ ഭൂമിയിൽ നിന്നും മരിച്ചു പോകും. അപ്പം ഈ പഠിക്കാനും ജോലി കണ്ടെത്താനും കുടുംബമായി ജീവിക്കുവാനും ഇതിനു വേണ്ടി മാത്രമാണോ നമ്മളിവിടെ ജീവിക്കുന്നത്? ആണോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അവസ്ഥകളെയാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. ഇതിലെ ഉപജീവനം നയിക്കാൻ, കുടുംബമായി ജീവിക്കാൻ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളാണ്. പക്ഷെ ഇതിനേക്കാളും ഒക്കെ അപ്പുറം നമുക്ക് ഈ ദുനിയാവ് എങ്ങനെയുള്ളതാണ് എന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. എത്രയേ ഉള്ളൂ നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം, എത്രയേ ഉള്ളൂ, അത് എത്ര നിസ്സാരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞു നൽകിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണുന്ന സ്ക്രീനിലെ ഒരു ആയത്തുണ്ട് അല്ലേ? ആ ആയത്തിൽ അള്ളാഹു നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? വദ്രിബ് ലഹും, നാം നിങ്ങൾക്ക് വിവരിച്ചു തരട്ടെ, പറഞ്ഞു തരട്ടെ. എന്താ പറഞ്ഞു തരട്ടെ? ഒരു ഉദാഹരണം. ഈ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് അത് എത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് നാം ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു തരാമെന്ന, എക്സാമ്പിൾ പറഞ്ഞു തരാമെന്ന. എന്നിട്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന എക്സാമ്പിൾ എന്താ നിങ്ങൾ നോക്കിയേ. കമാഇ അൻസൽന, നാം വെള്ളമിറക്കി. എവിടെ നിന്നാണ് അള്ളാഹു വെള്ളമിറക്കിയത്? മിനസ്സമാ, ആകാശത്ത് നിന്ന് അള്ളാഹു വെള്ളമിറക്കി. ഇനി നിങ്ങൾ ആലോചിക്കണം കേട്ടോ. മഴ പെയ്തു. മഴ പെയ്താൽ എന്താ സംഭവിക്കുക? നമ്മുടെയൊക്കെ വീടിന് ചുറ്റും നമ്മൾ നോക്കിയാൽ മതി അല്ലേ? നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴികൾ നമ്മൾ നോക്കിയാൽ മതി. വേനൽക്കാലത്തുള്ള അവസ്ഥയാവും മഴ പെയ്താൽ ഉണ്ടാവുക? അല്ല. എന്താ സംഭവിക്കുക? അള്ളാഹു പറഞ്ഞു ഫഖ്തലത ബിഹി, അതിൽ നിന്നും മുളച്ചു പൊങ്ങി വരും. നബാത്ത്, എന്ത്? സസ്യങ്ങൾ. നമ്മളിങ്ങനെ പോകുമ്പോൾ ചെടികൾ, പുല്ല് അല്ലേ, എല്ലാം അങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും. നല്ല കാണാൻ ഭംഗിയുള്ള ചെടികളായി മാറി നിൽക്കുന്നുണ്ടാവും. പക്ഷെ എന്താ സംഭവിക്കുക എന്നറിയോ? ആ നല്ല ഭംഗിയുള്ള ചെടി കുറച്ചൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ ഫഅസ്ബഹ ഹശീമ, എന്ത് ചെയ്യും? ശക്തമായൊരു കാറ്റ്. ആ കാറ്റിലൂടെ നല്ല ഭംഗിയുള്ള ആ ചെടികൾ എങ്ങനെയുള്ളതായിത്തീരുന്നു? തദ്റുഹു റിയാഹ്, ആ ശക്തമായ കാറ്റിലൂടെ അതിങ്ങനെ നുരുമ്പി പോകുന്ന രൂപത്തിലേക്ക് അത് മാറിത്തീരും. ഇതാണ് ദുനിയാവിലെ ജീവിതം. ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂന്ന പടച്ചോൻ പറഞ്ഞ്. എന്താ മനസ്സിലായേ? എന്താ മനസ്സിലായേ? നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ചുറ്റും കാണുന്ന കാഴ്ചകൾ, നമുക്ക് കുറേ വൈബുള്ള സ്ഥലങ്ങൾ, നമുക്ക് കേൾക്കാൻ കുറേ നല്ല ഭംഗിയുള്ള, കേൾക്കാൻ നല്ല സുഖമുള്ളതെല്ലാം ഉണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതൊക്കെ അവസാനിക്കും, എല്ലാം അവസാനിക്കും. വിശുദ്ധ ഖുർആനിൽ നമുക്ക് മനപ്പാടമുള്ള ഒരു അധ്യായത്തിലെ 2 ആയത്തുകൾ ഇങ്ങനെയാ: ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖാന. ബൽ തുസിറുൽ ഹയാത്തദ് ദുനിയ, ഈ ദുനിയാവിൽ കാണുന്നത് മുഴുവൻ എന്ത് ചെയ്യപ്പെടും? തകർക്കപ്പെടും, എല്ലാം നശിക്കും. ഈ കാണുന്ന ബിൽഡിങ്ങുകൾ, ഈ കാണുന്ന സൃഷ്ടിചരാചരങ്ങൾ എല്ലാം തകർത്തെറിയും. അല്ലാഹ് പറഞ്ഞു വൽ ആഖിറത്ത്, പരലോകമുണ്ടല്ലോ, ആഖിറത്ത് ഉണ്ടല്ലോ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അപ്പോൾ ഈ ദുനിയാവിൽ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ ഭൂമിയിലെ ഈ ദുനിയാവിലെ ജീവിതം എത്രയേ ഉള്ളൂ? കുറച്ച്. എത്ര നിസ്സാരമാണ്. മഴ പെയ്ത് ഒരു ചെടി ഇങ്ങനെ പൊങ്ങി വന്ന് അതിലിങ്ങനെ ഇലകളൊക്കെ നല്ല കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ ശക്തമായ ഒരു കാറ്റ്, തദ്റുഹു റിയാഹ്, ശക്തമായി ആഞ്ഞടിച്ചപ്പോൾ എന്ത് ചെയ്തു? അതൊക്കെ നുരുമ്പി ഇല്ലാതെയായിപ്പോയി. ഇതുപോലെയാണ് എന്നാ. ഇനി നമ്മുടെ പ്രവാചകന് നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. എങ്ങനെയാണ് ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നാ. ഇതിൽ ആദ്യം കാണുന്നൊരു ഹദീസ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു ആശയം മാത്രം നിങ്ങൾക്ക് പങ്കുവെക്കാം അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു കടൽ തീരത്ത് പോയി.
ബീച്ചിൽ പോയി. നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് നമ്മുടെ ഈ വിരലെടുത്തിട്ട് ബീച്ചിലിങ്ങനെ മുക്കി വെള്ളത്തിലിങ്ങനെ ഇട്ടു. എന്നിട്ട് നമ്മൾ വിരൽ പൊക്കിയെടുത്തു. അപ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുക? വിരലിൽ എന്ത് കാണാം? ആ വിരലിൻ്റെ അറ്റത്ത് കുറച്ച് വെള്ളം കാണാം അല്ലേ? അത്രയേ ഉള്ളൂ ദുനിയാവ്. അത്ര നിസ്സാരമാണ് ദുനിയാവ്. അത്ര കുറച്ചേ ഉള്ളൂ. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം അത്ര കുറച്ചേ ഉള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞ വേറൊരു വാക്കെന്താ നിങ്ങൾ നോക്കിയേ? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ കഴുത്തിലൂടെ ഇങ്ങനെ കൈയിട്ട്, തോളിലിങ്ങനെ കൈയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത വാക്കാണത്. കും ഫി ദുനിയ, നീ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം? കഅന്നക ഗരീബ് ഔ അബിർ സബീൽ, ഒരു അപരിചിതനെ പോലെ, ഒരു യാത്രക്കാരനെ പോലെ. ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യാത്രക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തും? നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഡ്രസ്സും എടുത്ത് നമ്മൾ കൊണ്ടുപോവോ? ഇല്ല. ആവശ്യമുള്ളത് മാത്രം, ഒരു യാത്രക്ക് ആവശ്യമുള്ളത് മാത്രം, അത്രയേ ഉള്ളൂ. ഒരു യാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ ജീവിക്കേണ്ട ലോകമാണ്, ദുനിയാവാണ് നമ്മുടെ ഈ ഐഹിക ജീവിതം. അപ്പം ഞാൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അത് പെട്ടെന്ന് അവസാനിക്കും. അതുകൊണ്ട് ഈ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് തന്നെ ഉള്ളൂ, ഈ ദുനിയാവിലെ ജീവിതം. ഇവിടെ എനിക്ക് ആസ്വദിക്കണം, ഇവിടെ എനിക്കെല്ലാം ചെയ്യണം എന്ന രീതിയിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് നഷ്ടമാകുന്നത് ഏറ്റവും വലിയ, നമ്മൾ വിജയം നേടിയെടുക്കേണ്ട ഒന്ന് മാത്രമാണ്. ഇനി ഈ കുറഞ്ഞ ജീവിതത്തിലൂടെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ് എന്നും കൂടെ പറഞ്ഞു. അതിൻ്റെ ഹെഡിങ് എന്താ? നിങ്ങൾ വായിച്ചേ. അതിൻ്റെ ഹെഡിങ് എന്താ? സ്ക്രീനിൽ കാണുന്ന ഹെഡിങ് എന്താ? ഐഹിക ജീവിതം ഒരു പരീക്ഷണമാണ്, ഒരു പരീക്ഷണമാണ്. എന്നിട്ട് ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കിയേ. വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നാം നിങ്ങളെ പരീക്ഷിക്കും. എന്തുകൊണ്ടൊക്കെ പരീക്ഷിക്കും? ബിശ്ശർരി വൽ ഖൈർ, നന്മ കൊണ്ടും പരീക്ഷിക്കും, തിന്മ കൊണ്ടും പരീക്ഷിക്കും. ഈ ദുനിയാവിലെ ജീവിതത്തിൽ ധാരാളം സമ്പത്തുള്ള ആൾക്കാരുണ്ടാവും, നല്ല വാഹനമുള്ള ആളുകളുണ്ടാവും, നല്ല വീടുള്ള ആളുകളുണ്ടാവും. എന്നാൽ സമ്പത്തില്ലാത്ത ആളുകളുണ്ടാവും, നല്ല വീടില്ലാത്തവരുണ്ടാവും, വാഹനമേ ഇല്ലാത്ത ആളുകളുണ്ടാകും. വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈർ, രണ്ടുകൊണ്ടും പരീക്ഷിക്കും. അതുകൊണ്ട് സമ്പത്തുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ദുനിയാവിലെ ജീവിതം. വലിയ വലിയ വാഹനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് മാത്രമല്ല ജീവിതം. വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, അത് പരീക്ഷണമാണ്. അതാണ് പറഞ്ഞ്, പരീക്ഷണമാണ്. ഈ ആയത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? അതിൻ്റെ അവസാനത്തെ വാചകമാണ്. എന്താ അവസാനത്തെ വാചകം? എന്താന്ന് വായിച്ചേ. വ ഇലൈന തുർജഊൻ, നിങ്ങൾ എവിടേക്ക് മടങ്ങി വരും? എന്നിലേക്ക് വരും. ആരിലേക്ക് വരും? അല്ലാഹ് പറയാണ്, നിങ്ങളെ നാം വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നിങ്ങളെ നാം തിന്മ കൊണ്ടും നന്മ കൊണ്ടും ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും ഒക്കെ പരീക്ഷിക്കും. പക്ഷേ അതിൻ്റെ അവസാനം എന്താ? വ ഇലൈന തുർജഊൻ, നിങ്ങൾ എവിടേക്ക് വരും? എൻ്റെ അടുത്തേക്ക് മടങ്ങി വരും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ യാത്രയിലാണ്. ഈ യാത്രയിൽ ഒരു പക്ഷേ കുറേ പണമുണ്ടാക്കുന്നവരുണ്ടാവും, വാഹനമുള്ളവരുണ്ടാവും, വീടുള്ളവരുണ്ടാവും, മറ്റ് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. ചിലർക്ക് പരാജയങ്ങളായിരിക്കും, ചിലർക്ക് തോൽവികളായിരിക്കും, ചിലർക്ക് ജീവിതത്തിൽ ചിലപ്പോൾ ഒന്നും നേട്ടങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ രണ്ടും പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ വ ഇലൈന തുർജഊൻ എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അഥവാ എൻ്റെ ജീവിതം ഞാൻ എവിടേക്കാണ് തിരിച്ചു പോകുന്നത്? അല്ലാഹുവിങ്കലേക്കാണ് തിരിച്ചു പോകുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ഓക്കെയാണോ? റെഡിയാണോ? അപ്പോൾ ദുനിയാവെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ക്ഷണികമാണ്, ചെറുതാണ്. അത് നമ്മളിങ്ങനെ ആസ്വദിച്ച് ആഹ്ലാദിച്ചും ആനന്ദിച്ചും തീർക്കേണ്ട ഒന്നല്ല. നമ്മുടെ യാത്ര എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. ആ അവസാനം മരണമെന്ന ഒരു തുടക്കം മാത്രമാണ്. അവിടെ മുതൽ നമ്മൾ യഥാർത്ഥമായ പാരത്രിക ലോകത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ അല്ലേ, ഇപ്പോൾ പുതിയൊരു വർഷമായി, ന്യൂ ഇയർ ആയി അല്ലേ. 2 ദിവസം മുമ്പ് രാത്രിയിൽ ഒരു പക്ഷേ നമ്മളെ പല ആളുകളുമൊക്കെ സ്റ്റാറ്റസ് ഇട്ടും പല ആളുകൾക്ക് മെസ്സേജുകൾ കൊടുത്തും ചില ആളുകൾ മറ്റു സ്ഥലങ്ങളിൽ പോയി ആഘോഷിച്ചുമൊക്കെ പുതിയ വർഷത്തെ ഇങ്ങനെ വരവേറ്റു, പുതിയ വർഷത്തെ വരവേറ്റു. അള്ളാൻ്റെ വാക്കെന്താണെന്നറിയോ?
നുമത്യഉഹും കലീല, നുമത്യഉഹും കലീല, നാം അവർക്ക് കുറച്ചൊക്കെ അങ്ങനെ സൗകര്യങ്ങൾ കൊടുക്കും, കുറച്ചൊക്കെ സുഖങ്ങൾ, ആസ്വാദനങ്ങൾ, ആനന്ദങ്ങളൊക്കെ അവർക്കുണ്ടാകും. അവരുടെ ജീവിതത്തിൽ അവർക്ക് ആസ്വദിക്കാനും ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും ഒക്കെ കുറച്ചുണ്ടാകും. നുമത്യഉഹും കലീല. പക്ഷെ പിന്നീട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? സുമ്മ നൽതറുഹും, നാം അവരെ പിന്നീട് അനുഭവിപ്പിക്കും ഇലാ അദാബിൻ ഗലീദ്, അതിശക്തമായ ശിക്ഷ, കഠിനമായ ശിക്ഷ, വേദനയേറിയ ശിക്ഷ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, നമ്മളിപ്പം നമ്മുടെ മുൻപിൽ നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ടീമുകൾ, ക്ലബ്ബുകളൊക്കെ ഉണ്ടാകും അല്ലേ? കളികൾ വരുമ്പോൾ, മത്സരം കണ്ടെന്നറിയുമ്പോൾ നമ്മൾ ഉറങ്ങാതെ രാത്രിയിൽ വരെ അത് കാണാൻ വേണ്ടി കാത്തിരിക്കും. ഒരു 90 മിനിറ്റ് നേരത്തെ കളി കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ആസ്വാദനമാണ്. ഗോൾ അടിക്കാനുള്ള അവസരം വരുമ്പോൾ നമ്മൾ കൈയടിക്കും, ഗോൾ അടിക്കുമ്പോൾ നമ്മൾ ചാടിക്കളിക്കും, നമ്മൾ പതാകകൾ ഉയർത്തും, ആനന്ദിക്കും നമ്മൾ. ആ 90 മിനിറ്റ് കഴിഞ്ഞാലോ അത് കഴിഞ്ഞു. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങിയ ഒരുക്കം എത്രയാ? മറ്റുള്ളവനോട് വിളിച്ചു പറഞ്ഞ്, നീ വരണമെന്ന് പറഞ്ഞ്, അവനോട് കമൻ്റ് പറഞ്ഞ്, അവനോട് അതിനു വേണ്ടി തർക്കിച്ച് എന്തെല്ലാം നമ്മൾ ചെയ്തു. പക്ഷെ അല്ലാഹ് പറഞ്ഞ എന്താണെന്നറിയോ? നുമത്യഹും കലീല, കുറച്ചൊക്കെ ആസ്വാദനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ, കുറച്ചൊക്കെ സുഖങ്ങൾ, ആസ്വാദനങ്ങൾ, ആനന്ദങ്ങൾ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ അതിൽ മതിമറന്നു പോകരുത്. നിങ്ങളതിൽ മതിമറന്നു പോയി അതുമാത്രമാണ് ജീവിതമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ആഘോഷിച്ചും ആഹ്ലാദിച്ചും അങ്ങനെ മാത്രം ജീവിച്ചാൽ എന്ത് സംഭവിക്കും? നാം നിങ്ങൾ അനുഭവിപ്പിക്കും ഇലാ അദാബിൻ ഗലീദ്, കഠിനമായ ശിക്ഷ, നല്ല ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറയോ, നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ചേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ആ ആസ്വാദനങ്ങൾക്കും ആനന്ദങ്ങൾക്കും വേണ്ടി നമ്മൾ വിട്ടുകളയുന്നത് എന്താണെന്നറിയോ? നാളെ ഞാനും നിങ്ങളുമൊക്കെ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നൊരു യാത്രയുണ്ടല്ലോ, മരണം, ഒരു തുടക്കം. ആ തുടക്കത്തിന് ശേഷം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന വലിയ ശിക്ഷകളെ നമ്മൾ മറന്നു കളയുന്നു. എന്തിനെന്നറിയോ? ഇവിടെ ഈ ദുനിയാവിലെ ചെറിയ കുറച്ച് ജീവിതത്തിന് വേണ്ടി നമ്മൾ എവിടെ ആ 90 മിനിറ്റ് കളി കാണാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയപ്പോഴേ ബാങ്ക് വിളിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. കൂട്ടുകാരുടെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പേ ഒരുങ്ങി, വസ്ത്രം വാങ്ങിപ്പിച്ചു, അല്ലെങ്കിൽ കൂട്ടുകാരുടെ വസ്ത്രം കടം വാങ്ങി നമ്മൾ ഒരുങ്ങി, മേക്കപ്പ് ഇട്ടു, എല്ലാം ചെയ്തു. പക്ഷെ ബാങ്ക് വിളിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കുറച്ചൊക്കെ സന്തോഷമുണ്ട് ദുനിയാവില്, പക്ഷേ അതുമാത്രമായി നമ്മൾ ജീവിതത്തെ കാണുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് കഠിനമായ ശിക്ഷയായിരിക്കും. ആ മരണം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വേദനയേറിയതാണെന്നറിയോ? അള്ളാഹിൻ്റെ ഖുർആൻ നമുക്കതിങ്ങനെ ബോധ്യപ്പെടുത്തി തരികയാണ്. കല്ലാ ഇദാ ബലഗത്തി തറാഖ്, അല്ല നിങ്ങൾ വിചാരിച്ച പോലെ നല്ലട്ടോ. നിങ്ങളെ മരണം നിങ്ങളെ തൊണ്ടക്കുഴിയിലെത്തി, നിങ്ങൾ അത് പിടിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ, എന്നിട്ട് അള്ളാഹ് ചോദ്യം നോക്കിയാൽ നിങ്ങൾ വഖീല മൻ റാഖ്, ആരുണ്ടോ? അങ്ങനെ കളി കാണാൻ വിളിച്ചുകൊണ്ടുപോയില്ലേ? രാത്രിയിൽ കൊണ്ടുപോയില്ലേ? അവിടെ കൊണ്ടുപോയില്ലേ? കൂട്ടുകാരുടെ ഒരുക്കങ്ങൾക്ക് വേണ്ടി നിസ്കാരം പിന്നെയാക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയില്ലേ? വഖീല മൻ റാഖ്, എവിടെ? നീ മരിക്കാൻ പോവാ, അവരെ വിളിക്ക്, രക്ഷിക്കാൻ വേണ്ടി പറ. ആരുണ്ട് രക്ഷിക്കാൻ? ഒരാളുമില്ല. അല്ലാഹ് പറയാ കല്ലാ ഇദാ ബലഗത്തി തറാഖ്, നിങ്ങൾ മരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന സമയം മുതൽ വഖീല മൻ റാഖ്, ആരുണ്ട്? വിളിക്ക്, നിന്റെ കൂട്ടുകാരികളെയും കൂട്ടുകാരന്മാരെയും എല്ലാവരെയും വിളിക്ക്. ആരുമില്ല. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ വാക്കെന്താ നോക്കിയ നിങ്ങൾ? വളന്ന അന്നഉൽ ഫിറാഖ്, നിങ്ങൾ വേർപെടുകയാണ്. ഈ ദുനിയാവിലെ ജീവിതം, ഉമ്മാനെ വിട്ട് ഉപ്പാനെ വിട്ട് കൂട്ടുകാരെ വിട്ട് ദുനിയാവിലെ ജീവിതം അവസാനിപ്പിച്ച് നമ്മൾ പോവുകയാണ്. ആ തിരിച്ചറിവാണ് അവൻ്റെ കണങ്കാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന സമയം. തിരിച്ചറിയാണ്. എന്താ സംഭവിക്കുക? നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെങ്ങനെ പിടിച്ചു കൊണ്ടുപോകും. നമ്മുടെ കണ്ണുകൾ ആത്മാവിനെങ്ങനെ പിന്തുടരും, കണ്ണിങ്ങനെ മേലോട്ട് മറിയും. മരിച്ചു എന്നറിയുമ്പോൾ ആ കണ്ണുകൾ താഴ്ത്തി വെക്കപ്പെടും. തൻ്റെ ഇരു കൈകളും ശരീരത്തോട് ചേർത്ത് വെക്കും. തൻ്റെ താടിയല്ലുകൾ ചേർത്ത് കൂട്ടിക്കെട്ടും. കാലിൻ്റെ തള്ളവരികൾ ചേർത്ത് കെട്ടും. ഇനി നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്തിനാ മറന്നത്?
വളരെ കുറച്ച് കാലമുള്ള ഈ ജീവിതത്തിൽ ആസ്വാദനങ്ങൾക്കും ആനന്ദങ്ങൾക്കും പിറകെ പോയി ഞാൻ ഈ ദുനിയാവിൽ നിന്നും മരിക്കേണ്ടവനാണ് എന്ന ഒരു സത്യത്തെ നമ്മൾ വിസ്മരിക്കുകയാണ്, നമ്മൾ മറന്നു പോവാണ്. അതിനിടയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മളറിയാതെ നമ്മളിങ്ങനെ ആസ്വദിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുക. നമ്മളിങ്ങനെ മരിച്ചിട്ടേ നമ്മുടെ വീട്ടിൽ നമ്മുടെ മയ്യത്തിങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ മയ്യത്തിങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആ മയ്യത്തിനെ ഒരു പുടവ അണിയിച്ചിട്ടുണ്ടാവും അല്ലേ, കഫൻ പുടവ, ഒരു 3 തുണിക്കഷ്ണം വെള്ള നിറത്തിലുള്ളത്. ഇന്ന് നിങ്ങളിട്ടിരിക്കുന്ന ഈ വസ്ത്രങ്ങൾക്ക് ഏകദേശം 1000ങ്ങളേക്കാൾ വിലയുണ്ട്. നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ നോക്കിയാൽ. എന്നാൽ അവസാനമായി ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ യാത്രയാകുമ്പോൾ 1000ങ്ങൾ വേണ്ട കേട്ടോ, മീറ്ററിന് വളരെ കുറച്ച് വിലയുള്ള തുണി. ഇന്ന് നമ്മൾ ഒരു ഡ്രസ്സ് നമ്മൾ എടുത്താൽ അടുത്ത ഡ്രസ്സ് എടുക്കുമ്പോൾ അതേ മോഡൽ എടുക്കില്ല, ഫാഷൻ നോക്കും, ട്രെൻഡ് നോക്കും. അത് നോക്കിയിട്ടേ നമ്മൾ എടുക്കുള്ളൂ. പക്ഷെ ഇന്നും ട്രെൻഡ് മാറാത്ത, ഒരു ഫാഷനും മാറാത്ത ഒരു മോഡൽ ഉണ്ടെങ്കിൽ അത് മയ്യത്തിൻ്റെ കഫൻ പുടവയാണ്. ഇന്നും ആ കഫൻ പുടവക്ക് പോക്കറ്റുകളില്ല, ഒരു സാധനവും ഈ ദുനിയാവൊന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അവസാനത്തെയാളും നമ്മളെ കണ്ടു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. എവിടേക്കെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പറയും ഉമ്മാനോട്, വീട്ടുകാരോട്, ഞാൻ ഇന്ന സമയത്ത് വരും ഉമ്മ എന്ന്. പക്ഷെ ഇനി ആ വീട്ടിലേക്ക് ഒരു തിരിച്ചുവരവില്ല. നമ്മളെ ആ വീട്ടിൽ നിന്നും കൊണ്ടുപോവാണ്. ആ വീട്ടിൽ നിന്നും കൊണ്ടുപോയി നമ്മുടെ പള്ളിയിലെ 1ാമത്തെ സൊഫിൽ ഇങ്ങനെ മയ്യത്ത് വെക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളെ, നിങ്ങൾക്ക് ആ 1ാമത്തെ സൊഫ് പരിചയമുണ്ടോ? വെള്ളിയാഴ്ച ദിവസം പോലും സ്കൂളുകളിൽ നിന്ന് പോലും നമ്മൾ 2ാമത്തെ ഖുതുബയുടെ അവസാനത്തിൽ എത്തിയാൽ മതി എന്ന് തീരുമാനിച്ച് മനഃപൂർവ്വം സമയം കളഞ്ഞ് അവസാനത്തിൽ കയറി വന്ന് ആദ്യം നമസ്കരിച്ച് ഇറങ്ങിപ്പോകുന്നവരെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവാറുണ്ട്. ഇന്നേ വരെ നമ്മുടെ കാൽച്ചുവടുകൾ എത്താത്ത ആ 1ാമത്തെ സൊഫിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി വെക്കുന്നൊരു ദിവസം നമുക്കുണ്ട്. നമുക്ക് വേണം. എന്താ വേണ്ടത്? ദുനിയാവിലെ ക്ഷണികമായ ജീവിതത്തിൽ കുറച്ചൊക്കെയുള്ള ഈ ആനന്ദങ്ങളിൽ നമ്മൾ മതിമറന്ന് മുഴുകി ജീവിച്ചാൽ നമുക്ക് നഷ്ടമെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ അനുഭവിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. എങ്ങനെയാണ് മരണം? എങ്ങനെയാണ് ആ മരണത്തിൻ്റെ രംഗം? എങ്ങനെയാ? ഖുർആൻ മനോഹരമായി പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ പറഞ്ഞ വലൗതറ, നിങ്ങളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ എന്ത്? ഒരവിശ്വാസിയെ മരിപ്പിക്കുന്ന രംഗം. മലക്കുകൾ വന്ന് അവൻ്റെ മുഖത്തും പിറകുവശത്തും അടിച്ച് അവൻ്റെ ആത്മാവിനെ പിടിക്കുന്ന രംഗം. വല്ലാത്ത രംഗമല്ലേ? വലൗതറ, നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ എന്നാ. എൻ്റെയും നിങ്ങളുടെയൊക്കെ മരണം ഇതുവരെ കാണാത്ത രൂപവും ഇതുവരെ കേൾക്കാത്ത ശബ്ദവും നമ്മൾ കേൾക്കുന്ന സമയം. അവിടെ നമ്മളെ മുഖത്തും പിറകുവശത്തും അടിച്ച് നമ്മുടെ റൂഹിനെ പിടിക്കുന്ന രംഗമുണ്ട്. ആത്മാർത്ഥമായിട്ട് പറയണം. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയേ, ഈ മരണത്തിന് വേണ്ടി ഒരു മുന്നൊരുക്കം നമുക്കുണ്ടോ? ഒരു തയ്യാറെടുപ്പ്? നമ്മൾ കണ്ടു കളഞ്ഞ അശ്ലീലതകളുടെ എണ്ണമല്ലാതെ, കേട്ട് തീർത്ത പാട്ടുകളുടെ സംഗീതത്തിൻ്റെ എണ്ണമല്ലാതെ ആത്മാർത്ഥമായി റബ്ബിനെ മനസ്സിൽ ഇങ്ങനെ ചേർത്ത് ഓർത്ത് പിടിച്ചിട്ട് നമസ്കരിച്ച ഒരു നമസ്കാരം. 10ാമത്തെ വയസ്സാവുമ്പോൾ നമസ്കരിക്കണം, നിർബന്ധമായി. അത് കഴിഞ്ഞവരല്ലേ നിങ്ങളൊക്കെ? അത് കഴിഞ്ഞവരല്ലേ? സ്പോട്ടിഫൈയുടെ സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? ആലോചിക്കണം കേട്ടോ. എന്താണ് സ്പോട്ടിഫൈ എന്ന് പറഞ്ഞാൽ? മ്യൂസിക് ആപ്പാണ് അല്ലേ? പാട്ട് കേൾക്കാനേ മാസം 300, 400, 500 രൂപ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത്? ഉറങ്ങുമ്പോൾ കേൾക്കാൻ. നമ്മൾ ആലോചിക്കണം. എങ്ങനെയാ മരണം പറഞ്ഞത്? ഒരവിശ്വാസിയുടെ മരണം എന്ന് പറഞ്ഞാൽ മലക്കുകൾ വന്നവൻ്റെ മുഖത്തും പിറകുവശത്തും അടിച്ച് അവൻ്റെ റൂഹിനെ പിടിക്കുന്ന രംഗമുണ്ട്. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കണം, എൻ്റെ ജീവിതത്തിൽ ഈ കുറഞ്ഞ ക്ഷണികമായ ഐഹികമായ ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് ഞാൻ യാത്രയാകുന്നൊരു രംഗമാണിത്. ഞാൻ എങ്ങനെയാണ് മരിക്കേണ്ടത്? എൻ്റെ മരണത്തിൻ്റെ രംഗം ഞാൻ എപ്പോഴും നന്മയിലിങ്ങനെ നിലനിന്ന് നന്മകൾ ചെയ്ത് ആത്മാർത്ഥമായി അല്ലേ? നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന രംഗം തന്നെ എങ്ങനെയാ? എന്താ പ്രാർത്ഥന? എന്താ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന? എന്താ? ബിസ്മിക അല്ലാഹുമ്മ
അമൂത്തു വഹയ്യ. എന്താണ് അതിനർത്ഥം? എന്താണ് അർത്ഥം അല്ലേ? പടച്ചറബ്ബേ ഞാനിതാ മരിക്കാൻ കിടക്കുന്നു എന്നാ, ഞാൻ മരിക്കാൻ കിടക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലിയിട്ട് പാട്ടും കേട്ട് കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. നമ്മുടെ ദാരുണമായൊരവസ്ഥ ആലോചിച്ച് നോക്കിയേ. എവിടെയാണ് നമ്മുടെ ജീവിതമുള്ളത്? എവിടെയാണ് നമ്മുടെ ജീവിതം ഉള്ളത്? നിങ്ങളുടെ വീടിനടുത്തുള്ള പള്ളിയിൽ പോവുക. പള്ളിയിൽ പോയിട്ട് അവിടെ ഒരു ഖബർ നേരത്തെ കുഴിച്ചു വെച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് മരണം വരുമ്പോൾ ഖബറടക്കാൻ വേണ്ടിയിട്ട് ഒരു ഖബർ നേരത്തെ കുഴിച്ചു വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഈ ഹൈസൊക്കെ കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ നാളെ തന്നെ നിങ്ങൾ പോവുക. എന്നിട്ട് നിങ്ങൾ ആ ഖബറിൻ്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുക, അതിൻ്റെ ആഴമൊന്നിങ്ങനെ മനസ്സിലാക്കുക. എന്നിട്ട് ആ ഖബറിൽ നമ്മളിങ്ങനെ കിടക്കുന്നതൊന്നും ഇങ്ങനെ മനസ്സിലാലോചിക്കുക. തീരും. നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിദ്വേഷവും തീരും, നമ്മുടെ മനസ്സിലുള്ള എല്ലാ പകയും തീരും, എല്ലാ പിണക്കങ്ങളും തീരും. എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടുകാരുണ്ട്. എവിടേക്ക് വിളിച്ചാലും വരാൻ നമ്മുടെ കൂട്ടുകാർ തയ്യാറാണ്. എന്നാൽ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊരു ഒരു കൂട്ടുകാരി പറയുന്നത് ഈ ഖബറിലേക്കാ. ഒരാളുണ്ടാവില്ല, ഒറ്റക്ക് പോയി കിടക്കേണ്ടി വരും. ഞാനും നിങ്ങളും തനിച്ചു പോയി കിടക്കേണ്ടി വരും. അവിടെ നമുക്ക് ആരുടെയും കൂട്ടില്ല. അവിടെ കൂട്ടായുള്ളത് നമ്മുടെ ഈ ദുനിയാവിൽ നമ്മൾ ചെയ്ത നന്മകൾ മാത്രമാണ്, നമ്മുടെ നമസ്കാരങ്ങളാണ്, നമ്മളെടുത്ത നോമ്പുകളാണ്, നമ്മൾ ചെയ്ത നന്മയുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഒരു കൂട്ടുകാരനും ഒരു കൂട്ടുകാരിയും അവിടെ നമ്മുടെ കൂട്ടിനുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ ക്ഷണികമാണ്, കുറച്ച് കാലമേ ഉള്ളൂ. ആ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മുടെ കണ്ണിനെയും കാതിനെയും ഒക്കെ ഇങ്ങനെ രസിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. പക്ഷെ അതിനൊക്കെ മാറി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഒരൊറ്റ ചിന്ത കൊണ്ട് എൻ്റെ ഈ ജീവിതമെന്ന യാത്ര അവസാനിക്കുന്നത് മരണത്തോടു കൂടിയാണ്. അവിടുന്ന് പുതിയ ലോകത്തേക്ക് എൻ്റെ യാത്ര ആരംഭിക്കും. ആ മരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നന്മയാർന്ന രൂപത്തിൽ എനിക്ക് മരിക്കാൻ കഴിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ലക്ഷ്യം മറന്നു പോവുകയാണ്. എവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടതെന്ന ലക്ഷ്യമാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം പോലും ഇല്ലാതെയാകുന്നത്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആയത്തുണ്ടല്ലോ, യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ഇത് നിങ്ങളിങ്ങനെ മനസ്സിൽ, ഈ പ്രായത്തിലുള്ള നിങ്ങൾ മനസ്സിലിങ്ങനെ കാണാതെ പഠിച്ച് ചേർത്ത് വെക്കണം. എന്താണ് ആയത്ത്? യസ്തഖ്ഫൂന മിനല്ലാഹ് വലാ യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ജനങ്ങളെ, ഉമ്മാനെ, ഉപ്പാനെ, ഇക്കാക്കാനെ, ഇത്താത്താനെ, അധ്യാപകരെ, വീട്ടിലെ കുടുംബക്കാരെ, നാട്ടുകാരെ, എല്ലാവരെയും നമുക്കൊരു പക്ഷേ മറപ്പിക്കാൻ കഴിഞ്ഞേക്കും. അവരെ അരികിൽ നിന്നും ഒളിച്ചു മാറി നിൽക്കാൻ കഴിഞ്ഞേക്കും. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അള്ളാനെ ഒളിപ്പിച്ചു വെക്കാൻ, അള്ളാഹ് കാണാതെ ഒന്നും ചെയ്യാൻ കഴിയൂല. നമ്മൾ എത്രയൊക്കെ വാതിലുകൾ കുറ്റിയിട്ടാലും, എത്രയൊക്കെ കർട്ടനുകൾ നമ്മൾ മറച്ചു നീക്കി പിടിച്ചാലും, എത്രയൊക്കെ കട്ടിയുള്ള പാസ്വേഡുകൾ നമ്മൾ ഇട്ടാലും, എത്രയൊക്കെ ഫോൾഡറുകളുടെ ഉള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചാലും, എത്രയൊക്കെ നമ്മുടെ ഹിസ്റ്ററികൾ നമ്മൾ ഡിലീറ്റ് ചെയ്താലും അള്ളാഹ് കൊണ്ടുവരും. എന്താ കൊണ്ടുവരിക എന്നറിയോ? നമ്മൾ പോയ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ബാക്ക് സൈഡ് അള്ളാഹ് കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ ഉള്ളിലെ ബാക്ക് സീറ്റ് പടച്ചോൻ കണ്ടിട്ടുണ്ടാകും. ട്യൂഷൻ സെൻ്ററുകളുടെ പിറകു വശം കണ്ടിട്ടുണ്ടാകും. സ്കൂളുകളിൽ അധ്യാപകരില്ലാതെ നമ്മൾ ഒരുമിച്ചിരുന്നത് കണ്ടിട്ടുണ്ടാകും. ആരും കാണാതെ നമ്മൾ സഞ്ചരിച്ച വഴികൾ പടച്ചോൻ കണ്ടിട്ടുണ്ടാവും. അള്ളാഹ് കൊണ്ടുവരും. എത്രയൊക്കെ നിങ്ങൾ യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളെ നിങ്ങൾ മറച്ചു വെക്കാൻ കഴിഞ്ഞാലും വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹനെ മറപ്പിക്കാൻ കഴിയൂല. നിങ്ങൾ ചേർത്ത് വെച്ചോ, മനസ്സിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചോ, എൻ്റെ എല്ലാതും അള്ളാഹു കാണുന്നുണ്ട്. ഒരു ആയത്ത് എന്താണെന്നറിയോ? യൗമ തുബല സറായിർ, ഒരു വിരിപ്പ് മാറ്റുന്നത് പോലെ പടച്ചോൻ പരസ്യമാക്കും. ഈ സ്ക്രീനിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ പ്ലേ ചെയ്താൽ
എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ഇവിടെ ഇട്ടാൽ നമ്മൾ എത്ര പേര് ഇവിടെ ഇരിക്കും? അല്ലാഹ് പറഞ്ഞതാ യൗമ തുബ്ല സറായിർ. ഒരു കൂട്ടുകാരനുണ്ടാവില്ല കേട്ടോ, ഒരു കൂട്ടുകാരി ഉണ്ടാവില്ല, ഒരാളുണ്ടാവില്ല, നമ്മൾ ഒറ്റക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കുറഞ്ഞ ക്ഷണികമായ ദുനിയാവിലെ ഈ ജീവിതത്തിന് പിറകെ നമ്മളിങ്ങനെ അതിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് അതിനെ വല്ലാതെ ആഗ്രഹിച്ച് നമ്മളിങ്ങനെ ഓടി നടക്കണ്ട. ബാങ്ക് കൊടുത്താൽ നമസ്കരിക്കണമെന്നും ഉമ്മയോടും ഉപ്പയോടുമൊക്കെ നല്ല രീതിയിൽ എൻ്റെ പെരുമാറ്റമുണ്ടാവണമെന്നും വിശുദ്ധ ഖുർആൻ പഠിക്കണം, വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം, നന്മകൾ മാത്രം ജീവിതത്തിൽ ചേർത്ത് വെക്കണം എന്ന് നമ്മൾ ആലോചിച്ച് ജീവിക്കണം. അവിടെ നമുക്ക് ദുനിയാവിലെ സുഖങ്ങൾ പ്രശ്നമല്ല. കുറച്ചൊക്കെ സുഖങ്ങൾ വേണ്ടാന്ന്, ആ സംഗീതം എനിക്ക് കേൾക്കണ്ടാന്ന്, ആ സിനിമ എനിക്ക് കാണണ്ടാന്ന്, എനിക്ക് അല്ലാഹുവിൻ്റെ ദീന് മതി എന്ന് ഉറച്ച് ജീവിച്ചാൽ നമുക്ക് നാളെ ഈ ദുനിയാവിൽ നിന്നും ഏറ്റവും നല്ല സുഖമായി മരണപ്പെട്ടു പോകുവാൻ നമുക്ക് സാധിക്കും. അതിന് കഴിയണമെങ്കിൽ നമ്മൾ നന്മയിൽ ഇങ്ങനെ നിലനിൽക്കണം, നന്മയിൽ ഇങ്ങനെ നിലനിൽക്കണം. അവസാനത്തെ നമ്മുടെ മരണം യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഇങ്ങനെയാണ്. മലക്കുകൾ വന്നിട്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സന്തോഷമടഞ്ഞ ആത്മാവേ എന്നാ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, തൃപ്തിപ്പെട്ട് സന്തോഷിച്ച് നിന്റെ റബ്ബിൻ്റെ അരികിലേക്ക് നീ മടങ്ങിക്കൊള്ളുക. ഫദ്ഖുലി ജന്നതി, നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഇതാണ് നമുക്ക് ആവശ്യം, ഈ രംഗമാണ് നമുക്ക് ആവശ്യം. സന്തോഷമുള്ള ആത്മാക്കളായി ഈ ദുനിയാവിൽ നിന്നും മരണപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കണം. എപ്പോഴാണ് നമ്മൾ മരിക്കുക നമുക്കറിയില്ല. നമ്മൾ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കുന്നതെന്ന് പറയുക, എനിക്ക് ഇനിയും സമയമുണ്ട് എന്നാ, എനിക്കിത്രയല്ല വയസ്സായിട്ടുള്ളൂ, ഇനിയുണ്ട്, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാവാം, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാവാം. ഹേയ്, ഈ ദുനിയാവിൽ വർഷങ്ങളോളമായി അസുഖം പിടിച്ച് കിടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരിപ്പോഴും അസുഖം പിടിച്ച് കിടക്കുക. എന്നാൽ ഒരു അസുഖവുമില്ലാത്ത, ഒരു പ്രയാസവുമില്ലാത്ത എത്രയോ ആളുകൾ ഇന്നും മരിച്ചിട്ടുണ്ട്. നമ്മളിവിടെ കൂടിയിരിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെ പല ഭാഗത്തും പല ആളുകളും മരിച്ചു വീണു. നമുക്കിന്നും കൂടെ ആയുസ് കിട്ടിയെന്നേ ഉള്ളൂ. നാളത്തെ ഒരു പക്ഷേ മരണത്തിൻ്റെ പേര് ലിസ്റ്റിൽ ഞാനും ഉണ്ടാവും, നിങ്ങളുണ്ടാവും, ചിലപ്പോൾ നമ്മളുണ്ടാകും. ഒരു ഉറപ്പ് നമുക്കില്ല, ഒരു പ്രായ വ്യത്യാസമില്ല, ഇന്ന പ്രായത്തിലെ ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും മരിക്കാം. പക്ഷെ ആ മരിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ, ആ റബ്ബിനെ ഞാൻ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത്, ആ റബ്ബെന്നെ കാണുന്നു എന്ന ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ജീവിച്ചത്. അങ്ങനെ ഒരു ഉറപ്പ്, ഒരു പ്രതീക്ഷ നമുക്ക് വേണം ഈ ദുനിയാവിൽ നിന്നും മരണപ്പെട്ടു പോകുന്നതിന് മുൻപ്. അപ്പം നമ്മൾ ആ പ്രതീക്ഷ നമുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം. നമ്മൾ പ്രയാസമുണ്ടെങ്കിലും അതിനെയൊക്കെ നമ്മൾ മറികടന്ന് നമ്മുടെ ഖബറും നമ്മുടെ പരലോകവും മുന്നിൽ കണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന് എഴുന്നേൽക്കോ പ്ലീസ്. കുറച്ചാളുകൾ ഇങ്ങനെ മഴക്കത്തിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവ്, ഒരു പക്ഷേ നിങ്ങൾക്ക് 15 വയസ്സ് അല്ലെങ്കിൽ ഒരു 18-17 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഇത്രയും കൊല്ലം നമ്മൾ ജീവിച്ചു. ഇത് തന്നെ നമുക്ക് വലിയ നേട്ടമാണ്. അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു ആയുസ്സാണ്. ഈ ആയുസ്സിനെ നന്മയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഒരു പ്രതീക്ഷ നമുക്കുണ്ടാകണം. 2, ഈ ജീവിതം ഇങ്ങനെ യാത്രയാണ്, അത് അവസാനം എത്തിച്ചേരുന്നത് മരണത്തിലാണ്. ഒരു കവാടമാണ് മരണം. അവിടെ നിന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. ആ പുതിയ ജീവിതത്തിലേക്ക് വേണ്ട സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്മകളാണ്. ഒരാളെയും ഭയപ്പെടാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് നന്മയിൽ ജീവിക്കുന്നവരായി നമ്മൾ മാറണം. അത് നമുക്ക് ഈ ഹൈസക്ക്, ഈ ഒരു സംഗമം നമുക്കതിന് കാരണമായിട്ട് മാറണം. ഇവിടെ മുതൽ നിങ്ങൾ തീരുമാനിക്കണം, ഒരു തീരുമാനം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി ഒരിക്കലും ഞാൻ അള്ളാഹു എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യൂല, ഹറാമായ ഒരു കാര്യത്തിലും ഞാൻ ഉണ്ടാവൂല എന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. അങ്ങനെ ഉണ്ട് എങ്കിൽ നമുക്ക് നന്മകൾ ധാരാളമായി ചെയ്തു വച്ച് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ
ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. സന്തോഷമടഞ്ഞ ആത്മാക്കളായി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.